എനിക്ക് നിങ്ങളോട് ഒരു 3 മിനിറ്റ്സ് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയപ്പോൾ, കാരണം ഞാൻ ലോയറാണല്ലോ, എല്ലാവരും പറയും അയ്യോ വക്കീലാ, കേസില്ല വക്കീല്, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. വിഷമം തോന്നാറുമുണ്ട്. ഇപ്പം നമ്മൾ ഏതെങ്കിലും പക്ഷേ ഒരു പോലീസിൻ്റെ ഒക്കെ അടുത്ത് നിന്ന് നമ്മൾ പറയണത് സാറേ എൻ്റെ കാറിന് ഒരു പ്രശ്നമായിപ്പോയി, റോങ് സൈഡ് പാർക്കിംഗ് ആയിപ്പോയി, ഒന്ന് ക്ഷമിക്കണം സാറേ, ഞാൻ വക്കീലാണെന്ന് പറഞ്ഞാൽ പോയിക്കോളൂ മാഡം എങ്ങനെ പറയുമായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ പറയാനും ശ്രമിച്ചിട്ടില്ല കേട്ടോ. പണ്ട് ഞാൻ എൻറോൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു വലിയ സ്റ്റിക്കർ മേടിച്ചു. നമ്മുടെ ടൈ എങ്കോട്ടൊക്കെ ഇട്ട് ടൈ ഒക്കെ ഉള്ള ഒരു സ്റ്റിക്കറുണ്ട്, വക്കീലിന് കാണിക്കുന്ന ഒരു സ്റ്റിക്കറുണ്ട്. അത് മേടിച്ച് അച്ഛൻ്റെ കാറിൽ ഒട്ടിച്ചു വെച്ചു. അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ പോയിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കയറി പറഞ്ഞു, ഞാനിങ്ങനെ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ സാറേ, എന്നും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഒബ്ലൈജ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നിയമം അതുപോലെ നിയമപാലകർ ഒക്കെ തമ്മിൽ ഒരു ചെറിയ കണക്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ലാതെ ഞാൻ വലിയ വക്കീലായിട്ടൊന്നുമില്ല, എനിക്ക് നിയമത്തിൻ്റെ പകുതി സാധനങ്ങളും അന്നൊന്നും അറിയുമില്ല. പക്ഷേ എന്നെ ഒരുപാട് പേര് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇതുപോലെ ഇതുപോലെ ഒരു പ്രശ്നം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ കൈ കാണിച്ചു അങ്ങ് കുറച്ച് റിമോട്ട് വില്ലേജിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ പോയി പറയൂ നീ മദ്രാസിൽ പ്രാക്ടീസ് ചെയ്യണ വക്കീലാന്ന് ആ പോലീസുകാരനോട് പറയും. ഇത് ഒരു ചെറിയ ഗ്രാമത്തിലാണ്, ഞങ്ങൾ പഴനി പോയിരുന്നു. കുറച്ച് പേരുണ്ടായിരുന്നു കാറിൽ കേട്ടോ. എന്നോട് വലിയ ഇഷ്ടമില്ലാത്ത 2 ആളുകളുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ ഇറങ്ങാൻ പോയപ്പോഴേക്കും അതിലൊരാൾ പറയണം, ചെന്ന് കയറി കൊടുക്ക്, അയ്യോ വക്കീലാത്രേ, അത് പറഞ്ഞു നോക്ക് ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കണക്കിൽ കൂടുതൽ ആളുകൾ എന്തോ അതിന് കാറിലുണ്ടെങ്കിൽ അംബാസഡർ കാറാണ് കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പാണ്, 20 വർഷമൊക്കെ ഉണ്ട്. പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങ് വിടും എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലണം. ഞാൻ ചെന്നപ്പോൾ ആ പോലീസുകാർ പറഞ്ഞു, സാരില്ല പോയിക്കോളൂ, ഞാൻ മറ്റത് ഒരെണ്ണം കുട്ടിയാണ്, എണ്ണത്തിൽ അങ്ങനെ തലയെണ്ണം നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഒരു പൈസ പോലും അങ്ങനെ മേടിച്ചില്ല. അപ്പം ഞാൻ വന്ന് കാറിൽ കയറി കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ ആ പറഞ്ഞ ആളോട് ചോദിച്ചേ, പഠിപ്പിന് അല്ലെങ്കിൽ വിദ്യയ്ക്ക് അതിൻ്റേതായ മഹത്വമുണ്ട്, അത് അറിയുന്നവർ അതിനും കൊടുക്കും, ഒരിക്കലും ഇങ്ങനെ എല്ലാവരെയും പുച്ഛിച്ച് സംസാരിക്കരുതെന്ന് പറഞ്ഞു ആ പറഞ്ഞ വ്യക്തിയോട്. അന്ന് മുതൽ ഇന്ന് വരെയും പിന്നെയും ആ വ്യക്തി എവിടെയൊക്കെ എനിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടി വരുന്നുവോ അവിടെ എല്ലാം എന്നെ അങ്ങനെ പറയും. പക്ഷേ ആ വ്യക്തിയുടെ മകനെ ഞാനൊരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരെയും പ്രൊഫഷണലി അധിക്ഷേപിക്കരുത്. എല്ലാവർക്കും, ഒരു ഡോക്ടർക്കാണെങ്കിലും ഒരു എഞ്ചിനീയർക്കാണെങ്കിലും ഒരു ടീച്ചർക്കാണെങ്കിലും ഒരു വക്കീലിനാണെങ്കിലും അതിൻ്റേതായ ഒരു മഹത്വമുണ്ട് അല്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഒരു വിഷമം പറഞ്ഞതാണ്.